ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചിലർക്കൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുമോ അതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് വരുന്ന എല്ലാവരും എല്ലാം പഠിക്കണം. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമാണ് ട്രേഡ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയാതെ ചുമ്മാ ഒരു പൊട്ടം മാത്തയിൽ എറിയണ പോലെ വന്ന് എറിഞ്ഞിട്ട് കുറച്ച് കാശുണ്ടാക്കിക്കൊണ്ട് പോകണതിൽ കാര്യമില്ല. നമ്മൾ വന്നിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു റിസ്ക്കും റിവാർഡും വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് ആ പൈസയും കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ട്രേഡറാന്ന് പറയാം. ചുമ്മാ വന്നിട്ടൊരു സ്കാൽപ്പ് ചെയ്യോ, അതായത് ചുമ്മാ ഒന്ന് ഒരു ഒരു 5000 ഇട്ടിട്ട് ഒരു 100 അല്ല 500 രൂപ കൊണ്ട് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് പോയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ പോകുന്നവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലോസ് ആയിരിക്കും വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ 500 കിട്ടും, നാളെ 1000 കളയും, അടുത്ത ദിവസം 200 കിട്ടും, അത് കഴിഞ്ഞിട്ട് 1200 കളയും. അപ്പോൾ നമുക്ക് റിസ്ക് എപ്പോഴും നമ്മുടെ ചെറുതും നമുക്ക് കിട്ടുന്ന റിവാർഡ് എപ്പോഴും വലുതുമാക്കുക. അപ്പം അങ്ങനെ ട്രേഡ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് സക്സസ് ആവാം. ഇപ്പം ഞാൻ അധികം നമ്മുടെ വീഡിയോസ് എല്ലാവരും പറയുന്നത് എല്ലാവരുടെയും വീഡിയോസ് ഒരു 50 മിനിറ്റൊക്കെ ഉണ്ടാകും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് മാക്സിമം ഒരു 10 മിനിറ്റ് താഴെ ഉണ്ടാവുള്ളൂ. കാരണം പെട്ടെന്ന് ചെറിയൊരു ടോപ്പിക് ഉണ്ടാവുള്ളൂ, അത് പെട്ടെന്ന് തീർക്കുക, നമുക്ക് പെട്ടെന്ന് പഠിക്കുക. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്യാൻഡിൽസ്, അതേപോലെ CP, പിന്നെ നമ്മുടെ എക്സ്പയറി ഡേറ്റ് ആണ് കുറച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകാം. ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ടെണ്ണം ഉണ്ട്. അതായത് ബുള്ളിഷ് ക്യാൻഡിലുണ്ട്, ബെയറിഷ് ക്യാൻഡിലുണ്ട്. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് മേളിൽ പോയി ക്ലോസ് ആവും, അപ്പോൾ അതിന് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും. ബെയറിഷ് ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ ഓപ്പൺ ആയിട്ട് താഴെ വന്ന് ക്ലോസ് ആവും. അപ്പോൾ ആ ഒരു ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ചതുരണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ ബോഡി എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡിലിട്ടുള്ള കമ്പുകൾ നീട്ടിരിക്കുന്ന ഭാഗം അതിനെ പറയുന്നതാണ് നമ്മൾ വിക്ക്. അപ്പോൾ ക്യാൻഡിലിന് വിക്കും ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും. അപ്പം ഇത്രയും ജസ്റ്റ് ചെറുതായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ FIDI, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമുക്കൊരു 3 ടൈപ്പ് ഇൻവെസ്റ്റേഴ്സാണ് മെയിനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. ഒന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, 2 ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, 3 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, അതായത് നമ്മുടെ റീറ്റെയിൽ ആയിട്ടുള്ളവർ. പിന്നെയുള്ളതാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് DII, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നവർ. അതാണ് നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിലുള്ളവരൊക്കെ, ICICI, അപ്പം അങ്ങനെയുള്ളവരൊക്കെ. പിന്നെയുള്ളതാണ് FII എന്ന് പറഞ്ഞാൽ ഫോറിൻ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ നേരെ വന്ന് ഇന്ത്യയിൽ വന്ന് അവരുടെ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് FII എന്ന് പറയുന്നത്. അപ്പോൾ ഈ FII-DIയുടെ ആക്ടിവിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിന് ഇങ്ങനെ പൊക്കവും താത്തവും, ഒരു ദിവസം നെഗറ്റീവ് ഒരു ദിവസം പോസിറ്റീവ് ഒക്കെ ആക്കുന്നത്. FIIയുടെ ബൈ കൂടുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവ് ഉണ്ടായിരിക്കും. FII സെല്ല് കൂടുമ്പോൾ നമ്മുടെ മാർക്കറ്റിലൊരു നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ FII എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹ്യൂജ് ഫണ്ടാണ് അവർ, ഏകദേശം ഒരു 20 ലക്ഷം കോടി രൂപയൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഒരു വോളറ്റാലിറ്റി നമ്മുടെ മാർക്കറ്റിലുണ്ടാകും. അപ്പോൾ ജസ്റ്റ് എന്നറിഞ്ഞിരിക്കുക. അടുത്ത നമ്മൾ ഈ ബുള്ളിഷും ബെയറിഷും ഒക്കെ മാർക്കറ്റ് അറിയാമല്ലോ. ഓപ്ഷൻസ് അത് നമുക്ക് വേണ്ട. അടുത്തത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ വരുന്നതാണ് C എങ്ങനെ എടുക്കുക, P എങ്ങനെ എടുക്കുക. അത് നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പെട്ടെന്ന് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അടുത്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മെയിൻ സാധനം, അതായത് എക്സ്പയറി ഡേ. എന്താണ് എക്സ്പയറി ഡേ? അപ്പോൾ എല്ലാവർക്കും സംശയമുള്ള സാധനമാണ് എന്താണ് എക്സ്പയറി ഡേ. എക്സ്പയറി ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്റ്റ് തീരുന്ന ലാസ്റ്റ് ഡേയ്സിനെയാണ് എക്സ്പയറി ഡേ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഡിസംബറിലെ എക്സ്പയറി ഡേ ആണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഡിസംബർ 2-ാം തീയതി, പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞ്, പിന്നെ ഒരു 15-ാം തീയതി, പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞ് 22-ാം തീയതി, അങ്ങനെ 29-ാം തീയതി. അങ്ങനെയാണ് എക്സ്പയറി ഡേകൾ ഒരു 7 ദിവസത്തിനുള്ളിൽ വരും. മിക്കവാറും അതായത് എല്ലാ വ്യാഴാഴ്ചയാണ് നമ്മൾ എക്സ്പയറി ഡേ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എക്സ്പയറി ഡേയിൽ മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോൺട്രാക്റ്റ് എക്സ്പയർ ആകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എക്സ്പയർ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് അതിങ്ങനെ അതായത് അത് ഒരു ഡീകേ സംഭവിച്ച് അത് 0 ആയിപ്പോവും. 0 ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്റ്റ് ഔട്ട് ഓഫ് ദ മണി കോൺട്രാക്റ്റുകൾ, അതായത് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞ 3 ടൈപ്പ് സ്ട്രൈക്ക് പ്രൈസുകളുണ്ട്.
അതായത് നമ്മുടെ മാർക്കറ്റ് എവിടെയാണോ ട്രേഡ് ചെയ്യുന്നത് അവിടെ പറയുന്നതാണ് അറ്റ് ദ മണി കോൺട്രാക്ട്, അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി നിങ്ങൾ, ഇത്രയും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം, അത് ഇച്ചിരി പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എക്സ്പയറി ഡേയിൽ സംഭവിക്കുന്ന കാര്യം മാത്രം ഇപ്പോൾ അറിയുക. എക്സ്പയറി ഡേയിൽ നമ്മൾ സിയും പിയും, അതായത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിവിടെ കാണുക. ഈ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും നമ്മൾ എടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിലോട്ട് പോകുമ്പോൾ പ്രൈസ് കിട്ടും. അതായത് മേളിലോട്ട് പോകുമ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ പോയിന്റ് കൂടി കൂടി നമ്മുടെ പ്രോഫിറ്റിലാകും. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് താഴ്ത്തിയിട്ട് വരുമ്പോൾ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ പി ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി എപ്പോഴെങ്കിലും നമ്മൾ മാർക്കറ്റ്, അതായത് സി എടുത്തിട്ട് മാർക്കറ്റ് താഴ്ത്തിട്ട് പോകണമെങ്കിൽ നമുക്ക്, അതായത് നമ്മുടെ സിയുടെ വാല്യൂ ഇപ്പോൾ 100 രൂപയ്ക്ക് എടുത്തെങ്കിൽ അത് 90, 80, 70 എന്ന് പറഞ്ഞ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ലോസിലാവും. അപ്പോൾ നമ്മൾ നമ്മുടെ മാർക്കറ്റിൻ്റെ അപ്പാണോ ഡൗൺ ആണോ നോക്കിയിട്ട് വേണം സി പി സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സി പിയുടെ സെലക്ഷനാണ്. ഇപ്പോൾ നമ്മൾ സി ഇപ്പോൾ എടുത്തു. സി ഇപ്പോൾ ഇൻ കേസ് എക്സ്പയറി ഡേയിൽ നമ്മൾ സി എടുത്തെന്ന് വെച്ചാൽ 43,252 മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് 43,252 നിൽക്കുമ്പോൾ നമ്മുടെ 43,300 സി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതുക. 43,000 സിയുടെ വില അപ്പോൾ 0 ആയിരിക്കും. അതായത് മാർക്കറ്റ് 43,300 എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സിക്ക് അന്നേരം വില ഉണ്ടാവില്ല. ഞാൻ എക്സ്പയറി ഡേയിലെ മാത്രം കാര്യമാണ് പറയുന്നത്. 43,300 സിക്ക് അന്നേരം വില ഉണ്ടാവില്ല, 43,400 സിക്ക് വില ഉണ്ടാവില്ല. അതാണ് ഞാൻ അങ്ങോട്ടൊരു റെഡ് ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ഒന്നിനും വില ഉണ്ടാവില്ല. ഇനി 43,200 വില ഉണ്ടാവുമോ? 43,200 വില ഉണ്ടാവും. അത് ഇതിൻ്റെ വ്യത്യാസം 43,252 43,200 52 രൂപ എന്താകും. അപ്പോൾ 43,100 152 രൂപ ഉണ്ടാവും. ഇപ്പം അങ്ങനെ ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടുന്ന് 43,252 ഇറങ്ങി 43,200 എത്തുവാണെങ്കിൽ നമ്മുടെ ഈ 43,200 വില 0 ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് പിന്നെയും മേളിൽ കയറിയാൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഏതാണോ ഇരിക്കണേ അതിൻ്റെ വില കൂടത്തുള്ളൂ, നമ്മൾ എടുത്ത പ്രൈസിലും കൂടുതലും തന്നെ. ഓക്കെ, അപ്പോൾ ഇത് സെയിം കണ്ടീഷൻ തന്നെയാണ് അതായത് പിയുടെ കേസിൽ. അതായത് പുട്ട് ഓപ്ഷന് അപ്പോൾ നേരെ തിരിച്ചു വരും. അതായത് 43,252 ആണ് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ആ റെഡ് വര വരച്ചേക്കുന്നതാണ് 43,252. അപ്പം അതിൽ മാർക്കറ്റ് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ താഴത്തേട്ടുള്ള പുട്ട് ഓപ്ഷന് എല്ലാം 0 ആയിപ്പോവും. 43,200 പിക്ക് വില അതായത് 0 ആയിരിക്കും. 43,100 പിക്ക് 0 ആയിരിക്കും. 43,000 പിക്ക് വില ഉണ്ടാവില്ല. അപ്പം 43,300 ഏകദേശം ഇപ്പോൾ എത്ര വില ഉണ്ടാവും? അതായത് 252 മൈനസ് 300 ഏകദേശം ഒരു 47 രൂപ 48 രൂപ. അപ്പോൾ ആ പിക്ക് ഒരു 48 രൂപ ഉണ്ടാവും. 43,400 പിക്ക് ഒരു 148 രൂപ ഉണ്ടാവും. അതായത് 100 രൂപയുടെ വ്യത്യാസം വരും. കാരണം എക്സ്പയറി ഡേയിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേനും ഈ സംഭവങ്ങളെല്ലാം തീറ്റ ഡിക്ക് സംഭവിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വില 0 ആയി പോകും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മാർക്കറ്റ് പെട്ടെന്നൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് നമ്മൾ സിയുടെ കാര്യം എടുക്കാം. അതായത് ഇപ്പോൾ മാർക്കറ്റ് 43,252 നിൽക്കുന്നത്, 43,300 വില 0 അല്ല 1 രൂപയ്ക്ക് അടുത്തുനിന്ന് കൂട്ടുക. 252 നിൽക്കുമ്പോഴാണ് മാർക്കറ്റ്. ഇൻ കേസ് മാർക്കറ്റ് ഇന്ന് 43,305 അപ്പോൾ നമ്മുടെ ഈ 43,300 വില എപ്പം നമ്മൾ 43,300 ക്രോസ് ചെയ്യുന്നു അപ്പം അതിൻ്റെ വില കൂടാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ 43,300 ആകുമ്പോൾ നമ്മുടെ കോൾ ഓപ്ഷൻ്റെ വില 5 രൂപയായി. ഇത് കയറി 43,400 എത്തിക്കഴിയുമ്പോൾ നമ്മുടെ 43,300 വില 100 ആവും. 43,400 വില 1 സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ 43,300 നമ്മൾ 1 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ 1000 എണ്ണം മേടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് 1000 രൂപ പോകും. പക്ഷെ അത് 100 എത്തുമ്പോൾ നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് 1,00,000 രൂപ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇതിനെയാണ് 0 to 0 എന്ന് പറയുന്നത്. എല്ലാവരും കോള് കൊടുക്കുന്നത് ഇത് സംഭവിക്കുന്നതാണ്. നമുക്ക് ഉറപ്പായിട്ടും അതുപോലത്തെ അവസരങ്ങൾ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്.
അപ്പോൾ നമ്മളിത് അറിവോട് കൂടി ചെയ്യണം. അതായത് ചുമ്മാ നമ്മൾ ചെയ്ത് വേണ്ടവരുടെ ആരെങ്കിലും തന്നെ കോള് കേട്ട് അത് പോയി മേടിച്ചിട്ട് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ ബുദ്ധി ഒക്കെ വെച്ച് നമുക്കിത് സുഖമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് ആ മാർക്കറ്റിൽ ഞാൻ 43 നിങ്ങൾ അതിൻ്റെ കോൾ ഓപ്ഷനിൽ അതിൻ്റെ റേറ്റ് നോക്കിയാൽ അറിയാം. 43, 300, 400 പൂജ്യമായി പോയിട്ടുണ്ട്. അതിൻ്റെ താഴത്തിട്ടുള്ളതിന് മാത്രമേ വിലയുള്ളൂ. ഇപ്പുറ സൈഡ് പീയുടെ നോക്കിക്കേ, എന്താണ് ഇപ്പുറ സൈഡ് പീയുടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 43, 200, 100 വില ഇല്ല. 0.005 ആണ്. അതിൻ്റെ മേളിലത്തുള്ള 43, 300, 400 വിലയുണ്ട്. അപ്പോൾ ഇത് എക്സ്പയറി ഡേയിലെ മാത്രം കാര്യമാണ് പറഞ്ഞത്. ഇത് സെയിം സാധനം തന്നെയാണ് നമ്മുടെ നോർമൽ ഡേയിൽ സംഭവിക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസിന് ഈ പിയുടെ വാല്യൂ, അതായത് 43, 200 വില ഉണ്ടാവും. അതിലും വില കുറവായിരിക്കും 41, 100. അതിലും വില കുറവായിരിക്കും 43, 43,000. അപ്പോൾ ഇത് അകത്തുനിന്ന് പോകുന്തോറും വില കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു ചെറിയ സെക്ഷനാണ്. എല്ലാവരും മനസ്സിലൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി വയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.